ഹലോ ഫ്രണ്ട്സ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് പ്രൊഫഷണൽസിന് സാഹചര്യമൊരുക്കുന്നു. ഏതാണ്ട് 1000-ഓളം വേക്കൻസികളാണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. അനേകം പോസ്റ്റുകളാണുള്ളത്. അതുകൊണ്ട് പോസ്റ്റുകളുടെ ഡീറ്റെയിൽ പറയുവാൻ ബുദ്ധിമുട്ടുണ്ടാവും. എക്സ്പീരിയൻസ് ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫ്രഷേഴ്സിനുമുള്ള വേക്കൻസി വന്നിട്ടുണ്ട്. ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സാധാരണ ഫ്രഷേഴ്സിന് വേണ്ടിയാണ്. അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വേണ്ടിയായിരിക്കും എൻ്റെ ഈ വീഡിയോയിലെ കോൺസെൻട്രേഷൻ മുഴുവൻ. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെങ്കിൽ ഓഫ് കോഴ്സ് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖലയിൽ പോയിട്ട് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ HPCL എന്ന് പറയുന്നത് നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ പബ്ലിക് എന്റർപ്രൈസ് ആണ്. ഇതിന്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് 25 സെൻട്രൽ മിക്കവാറും നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾക്ക് സെൻട്രൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 17 പോസ്റ്റുകളാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക്, അത് ഫ്രഷേഴ്സിന് വേണ്ടി അവർ അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും എഞ്ചിനീയേഴ്സിനായിട്ടുള്ളതാണ്. എഞ്ചിനീയേഴ്സ് പറയുന്നതിൽ കെമിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ തുടങ്ങിയ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ മൈക്രോബയോളജിയിൽ അടക്കമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഗ്രാജുവേഷൻ ലഭിച്ചവർക്ക്, അതിൽ നിന്ന് 3 ഇയർ ഡിപ്ലോമ ചെയ്തവർക്ക് വേക്കൻസി ഉണ്ട്. MCA കഴിഞ്ഞവർക്കുണ്ട്. BTech കമ്പ്യൂട്ടർ സയൻസിന് ശേഷം എക്സ്പീരിയൻസ് 1-2 വർഷം കഴിഞ്ഞവർക്കുണ്ട്. ഇങ്ങേയറ്റം വന്ന് MA ഹിന്ദി കഴിഞ്ഞവർക്ക് പോലും HPCL വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള സാധ്യത ഇവിടെ ഉണ്ടാവും. ചാർട്ടേഡ് അക്കൗണ്ടന്റിന്, CMAക്ക് ഒക്കെയുള്ള വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് ഓർക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി 25 മാർച്ചാണ്. ഓൺലൈനാണ് സാധാരണ നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുന്നതാണെങ്കിൽ അവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തും എന്ന് പറയുന്നുണ്ട്. സാധാരണ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുന്ന സിലബസ് ഒക്കെ തന്നെയായിരിക്കും ഇതിനും വരുന്നത്. അതായത് മാത്തമാറ്റിക്സിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും, നിങ്ങളുടെ റീസണിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാകും, ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ജനറൽ അവയർനെസ്സിനും ഒക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. പക്ഷെ ഇതൊരു പ്രൊഫഷണൽ ജോലിയിലേക്കുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ച മേഖലയിൽ നിന്നായിരിക്കും എന്നൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടന്റും അതനുസരിച്ചുള്ള പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കുന്നത്. നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ആ ഏരിയയിൽ നിന്നുള്ള നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിൽ ആ സിലബസിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടല്ല നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ഒരു പോസ്റ്റാണ്. കാരണം നമ്പർ ഓഫ് പോസ്റ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ശ്രമിക്കണം. ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് കൊടുക്കുന്നത്. ആപ്ലിക്കേഷന്റെ ഫീസും ഒക്കെ ഉണ്ട്. ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് 25 വയസ്സിൽ താഴെയാണ്. സാധാരണ ഗവൺമെന്റ് സർവീസിൽ കിട്ടുന്നത് പോലെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷവും OBC വിഭാഗങ്ങൾക്ക് 3 വർഷവുമുള്ള ആ ഏജ് റിലാക്സേഷൻ ഉണ്ടാകുമെന്നുള്ളത് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കിയതിനു ശേഷം അപ്ലൈ ചെയ്യുക. താങ്ക് യു.